ഡിവൈഎഫ്ഐയുടെ നൂറുകണക്കിന് കേഡർമാരാണ് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മൃഗീയമായ കൊലപാതകത്തിന്, കത്തിക്ക്, പൂക്കിന്, ബോംബിന് ഇരയായത്. അതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ അതിശക്തിയായി മുന്നോട്ടേക്ക് കുതിക്കുന്നതല്ലാതെ ഡിവൈഎഫ്ഐയെ തകർക്കുന്നതിന് ഒരു മർദ്ദനോപകരണത്തെയും അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു സഖാവിനെയും കൊലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി, ഒരു സഖാവും രക്തസാക്ഷിത്വം ഭരിക്കുന്നതിന്റെ ഭാഗമായി ഈ പാർട്ടിയെയും പ്രസ്ഥാനത്തെയും യുവജനങ്ങളെയും ഒരു ശക്തിയെയും ഇല്ലാതാക്കാൻ ഈ ഭൂമുഖത്ത് ഒരു ശക്തിക്കുമാവില്ല എന്നതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തലാണ് രക്തസാക്ഷികളോട് കാണിക്കുന്ന ഈ കൃത്യതയോടുകൂടിയുള്ള ആദരവ് ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് രക്തസാക്ഷി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കവി ഇവിടെ തന്നെയുണ്ട്. ആരാണ് രക്തസാക്ഷി എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ, രക്തസാക്ഷിത്വത്തിൻ്റെ മികവ് ലോകത്തോട് കൃത്യമായിട്ട് അവതരിപ്പിച്ച കവിയാണ് മുരുകൻ കാട്ടാക്കട. അദ്ദേഹം ചിലപ്പോഴത് നിങ്ങളോട് പാടുകയും ഇവിടെ ചെല്ലുകയും. നമുക്കിവിടെ ഒരു കാര്യം വളരെ വ്യക്തതയോട് അസന്നിഗ്ധമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ പുതിയ ആശയങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ വെമ്പൽ കൊള്ളുന്ന പുതിയ തലമുറയുടെ വക്താക്കൾ തന്നെയാണ്. വർത്തമാന കാലഘട്ടം കൈകാര്യം ചെയ്യുന്ന ഇന്നത്തെ മുഖമാണ് നിങ്ങളെല്ലാവരും. എന്നാൽ ഈ സംഘടന എങ്ങനെയാണ് വളർന്നു വന്നത് എന്നതിൻ്റെ കൃത്യമായ ഒരു പരിച്ഛേദം നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിവുള്ളതാണ്. ഈ ഒരു ഭൂതകാല ചരിത്രം ഡിവൈഎഫ്ഐ രൂപം കൊള്ളുന്നത് ഞങ്ങളെല്ലാം കൺമുമ്പിലാണ്. ഡിവൈഎഫ്ഐ രൂപം കൊണ്ട് ഈ രീതിയിൽ വളർന്നു വന്നിട്ടുള്ളത് 1960കളുടെ അവസാനം കണ്ണൂർ ജില്ലാ യുവജന ഫെഡറേഷൻ എന്ന യുവജന പ്രസ്ഥാനം കണ്ണൂരിൽ ആരംഭിച്ച് അതിൻ്റെ തുടർച്ചയിൽ കേരള സോഷ്യലിസ്റ്റ് യുവജന ഫെഡറേഷൻ രൂപം കൊണ്ട് KSYF. അതിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലാണ് 1980 ഡിവൈഎഫ്ഐ രൂപീകരിക്കുന്നത്. ഈ കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്ന കേരളത്തിലെ ഇന്നത്തെ മുതിർന്നവരും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗവാക്കുകളായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും ഈ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഊർജം, അതിൻ്റെ കൃത്യതയോടുകൂടിയുള്ള വർത്തമാന കാലഘട്ടത്തിൻ്റെ ചരിത്രപരമായ ദൗത്യം ഏറ്റെടുത്ത് മുമ്പോട്ടേക്ക് പോകുമ്പോൾ നമുക്കൊരു സംശയവും വേണ്ട. സ്വന്തം ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിച്ച ബാക്കിയൊന്നും അവശേഷിക്കുന്നില്ല. ഒരു രക്തസാക്ഷി എന്നുള്ളത് കൊണ്ട് അതാണ് അർത്ഥമാക്കുന്നത്. ഒന്നും അവശേഷിക്കുന്നില്ല. എത്ര ത്യാഗവര്യനായ ഒരാളും ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം നിലനിൽക്കുന്നു എന്ന് നമുക്ക് പറയാം. ഒരു ജീവിതം മുഴുവൻ സമർപ്പിച്ച ധീരരായ രക്തസാക്ഷികൾ, അവരുടെ സ്മരണയാണ് ഈ പ്രസ്ഥാനത്തെ ഊർജ്ജസ്വലമായി മുന്നോട്ടേക്ക് നയിക്കാനുള്ള കരുത്ത് നൽകുന്നത്. അതാണ് അതിൻ്റെ ഭൂതകാല ചരിത്രം. ഈ ഭൂതകാലത്തെയും ഇന്നത്തെ വർത്തമാനത്തെയും നാളെയിലേക്ക് വിരൽ ചൂണ്ടാൻ കഴിവുള്ള ശേഷിയുള്ള അതിൻ്റെ ദിശയെയും അടിസ്ഥാനപ്പെടുത്തി ഈ 3 കാലം, ത്രികാല ബന്ധം, ഈ ത്രികാല ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമുക്ക് യുവജന പ്രസ്ഥാനത്തെ കൈകാര്യം ചെയ്യാനാവുക. അപ്പോഴേറ്റവും ആവേശത്തോടുകൂടി നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമുക്ക് വേണ്ടി എല്ലാം ത്യജിച്ച ധീരരായ രക്തസാക്ഷികളുടെ പോരാട്ട വീര്യത്തെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നമ്മൾ വിലമതിക്കുകയാണ്. അവിടെ അച്ഛനും അമ്മയും സഹോദരങ്ങളുമാണ് ഇവിടെ അണിചേർന്നിട്ടുള്ളത്. ഇതിനേക്കാൾ വലിയ ഒരു ത്യാഗം ജീവിച്ചിരിക്കുന്ന ഒരാൾക്കും നിർവഹിക്കാനില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോഴും ആ ത്യാഗവര്യന്മാരെ സൃഷ്ടിച്ച അവരുടെ കുടുംബാംഗങ്ങൾ, അവർ സഹിച്ചുകൊണ്ടിരിക്കുന്ന വേദന, പ്രയാസം, ആ പ്രയാസത്തിൻ്റെ ഒപ്പവും ഇവിടെ ആദരവ് ഏറ്റുവാങ്ങാൻ വന്നപ്പോൾ കൈ മുഷ്ടി ചുരുട്ടി നിങ്ങളെ അഭിവാദ്യം ചെയ്ത ആ സഖാവിൻ്റെ ഉപ്പ ഉൾപ്പെടെ അവരാണ് നമ്മുടെ കരുത്ത്, അവരാണ് നമ്മുടെ ശേഷി, അവരാണ് ഊർജ്ജസ്വലമായി ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളപ്പെടുത്തൽ. ഇനി അങ്ങോട്ടുള്ള ഘട്ടങ്ങളിലും
നമുക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കണം. ഭരണവർഗവുമായിട്ട് ഏറ്റുമുട്ടാതെ നമുക്ക് മുന്നോട്ടേക്ക് പോകാനാവില്ല. ഏത് കാലഘട്ടവും ആവശ്യപ്പെടുന്നത് അതാണ്. ആ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ വഴികാട്ടികളായി ഊർജ സ്രോതസ്സോടുകൂടി ഈ പ്രസ്ഥാനത്തെ നയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് ഏതു നൽകുന്നു എന്ന ചോദ്യത്തിന് വളരെ വ്യക്തമായ ഉത്തരം ഈ ഉജ്ജ്വലമായിട്ടുള്ള രക്തസാക്ഷിത്വം തന്നെയാണ്. സഖാക്കളുടെ ശേഷിയാണ്, കഴിവാണ്. അവരാണ് നമുക്ക് വഴികാട്ടികളായി നമ്മുടെ മുമ്പിലുള്ളത്. ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള നക്ഷത്രങ്ങളായി നമ്മൾ അവരെ കാണുകയാണ്. അതിൻ്റെ പിൻപറ്റി നമുക്ക് മുമ്പോട്ടേക്ക് പോകാൻ കഴിയണം. കേരളത്തിൽ ഇപ്പോഴ് 3 മാസമായിട്ടില്ല UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട്. ഈ കേരളത്തിന്റെ എല്ലാ പാരമ്പര്യത്തെയും തകർക്കാൻ വേണ്ടിയുള്ള സ്വകാര്യവൽക്കരണത്തിന്റെ ഉൾപ്പെടെയുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് കേരളത്തിന്റെ ഭൂമിയും ആകാശവും അതുപോലെ തന്നെ കടലും എല്ലാം വിൽക്കാൻ തീരുമാനിച്ച ഒരു ഗവൺമെന്റാണ് VD സതീശൻ ഗവൺമെന്റ് എന്ന് നമുക്കറിയാം. ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ടാവേണ്ടതില്ല. അതിൻ്റെ ഒപ്പം ചേർന്നുകൊണ്ട് ഇപ്പോഴും തന്നെ സജീവതയോടുകൂടി മുമ്പോട്ടേക്ക് വരുന്ന SFI പ്രസ്ഥാനമുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ചേർന്നുകൊണ്ട് നിൽക്കാൻ കഴിയുന്ന വർഗഭോജന പ്രസ്ഥാനങ്ങളുണ്ട്. ഇതെല്ലാം കേരളത്തിൻ്റെ വർത്തമാന കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തോടുകൂടിയുള്ള പോരാട്ടത്തിന് ആർജവത്തോടുകൂടി മുന്നോട്ടേക്ക് നയിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ശക്തികളാണ് എന്ന കാര്യത്തിൽ ഞാൻ വേറെ ഒരു സംശയത്തിലേക്ക് ഉന്നയിക്കുന്നില്ല. അത് വളരെ കൃത്യമായ ഒന്നാണ്.